ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. മരുന്നുകൾക്ക് 25 മുതൽ 98% വരെ വില കുറച്ച് വിൽക്കുന്ന സർക്കാർ സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്ക്. എന്നാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തുന്ന 70% രോഗികൾക്കും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത. 1 ലക്ഷം രൂപ വിലയുള്ള ക്യാൻസർ മരുന്നിന് വില 45,000-ൽ താഴെ. 1,500 മുകളിലുള്ള ഡയബറ്റിക് മരുന്നിനാകട്ടെ വെറും 150 രൂപ മാത്രം. കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും ഈ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ. ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇത് ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി MRP വിലയിൽ താഴെ മരുന്നുകൾ സാധാരണക്കാർക്ക് നൽകിയ കേരള സർക്കാർ സ്ഥാപനം. വിലക്കുറവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഈ പട്ടികയൊന്ന് കാണണം. പട്ടികയിലെ ആദ്യ മരുന്നായ ഡയബറ്റിക്കിനുള്ള ഫോർസിഗയ്ക്ക് മെഡിക്കൽ സ്റ്റോറുകളിലെ വില 802 രൂപ 90 പൈസ. ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്കിൽ ഈ മരുന്നിന് വില 332 രൂപ 72 പൈസ. 470 രൂപ 18 പൈസ കുറവ്. ICUവിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മെറോപ്പലത്തിന് പൊതുവിപണിയിൽ വില 2428 രൂപ 50 പൈസയെങ്കിൽ ഇവിടെ അത് 231 രൂപ 20 പൈസ മാത്രം. അതായത് 2197 രൂപ 30 പൈസ കുറവ്. ഇപ്പം തന്നെ ഞങ്ങൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വെളിയിൽ അതിന് MRP 1600 ആണ്. ഇവിടെ 150 രൂപയുള്ളൂ. 150 രൂപയേ ഉള്ളൂ. ചിലതിനൊക്കെ നല്ല കുറവുണ്ട്, ചിലതിന് എന്നാലും പൊതുവെ കുറവാണ്. പട്ടികയിൽ 5ാമതുള്ള ട്രാസ്റ്റിസുമാബ് എന്ന മരുന്ന് സ്തനാർബുദ രോഗികൾക്കുള്ളതാണ്. 64,690 രൂപ 74 പൈസ MRP വിലയുള്ള ഈ മരുന്ന് 20 മുതൽ 25 എണ്ണം വരെയാണ് ഒരു രോഗി ഉപയോഗിക്കേണ്ടത്. അതായത് 16,17,000-ലധികം രൂപ ഒരു രോഗിക്ക് ചെലവാകും. ഈ മരുന്നിന് ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്കിലെ വിലയാകട്ടെ വെറും 19,916 രൂപ 26 പൈസ. 25 മരുന്നിന് 4,97,906 രൂപ 50 പൈസ മാത്രം. അതായത് 11 ലക്ഷത്തിലധികം രൂപ കുറവ്. ഇത്രയധികം വിലക്കുറവിൽ മരുന്ന് വിൽക്കുന്ന ഒരു സ്ഥാപനവും രാജ്യത്തില്ല. ഇവിടെ ഒരുപാട് വിലക്കുറവുണ്ട്. ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടില്ലേ ഒരുപാട് വിലക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ചെറിയായിട്ട് വിലക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കീ 10-20 ആൾക്കാരുടെ ബേക്കിൽ നിന്ന് കീ വരാൻ കാരണം ഇവിടെ വില കുറവുള്ളതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഇവിടെ നല്ല ന്യായമായിട്ട് കിട്ടുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, SAT, RCC, ശ്രീചിത്ര ഉൾപ്പെടെയുള്ള 4 പ്രമുഖ ആശുപത്രികളാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ളത്. ഒരു ദിവസം 12,000 രോഗികളാണ് ഈ ആശുപത്രികളിൽ OP, IP വിഭാഗത്തിൽ ചികിത്സ തേടുന്നത്. എന്നാൽ ഇവരിൽ 70% പേരും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് മരുന്ന് വാങ്ങുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പെർ ഡേ അറൗണ്ട് 20,000-ഓളം പേഷ്യന്റ് വന്നു പോകുന്നുണ്ട്. അതായത് 14,000-ഓളം പേഷ്യന്റ് IP ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പേഷ്യന്റ് OP ആയിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മരുന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ശരിക്കും വെച്ചാൽ ഇതിനകത്ത് വിപുലമായ കൗണ്ടറുകളാണ് വേണ്ടത്. ജനങ്ങൾക്ക് മരുന്ന് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അവരുടെ ഒരു അവകാശമാണ് വില കുറച്ച് കിട്ടേണ്ടത്. അത് അപ്പം എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ, അവർക്ക് എളുപ്പം കിട്ടുന്നതിന് സംവിധാനം കൂടി ഉണ്ടാക്കണം. വില കുറച്ച് മരുന്ന് വിൽക്കുന്നത് കൊണ്ട് സ്ഥാപനത്തിന്റെ ലാഭത്തിന് കുറവൊന്നുമില്ല. 1993-ൽ 250 രൂപ ദിവസ കച്ചവടത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം 1,57 ലക്ഷത്തിന് മുകളിലാണ്. 2 കൗണ്ടറുകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. നിലവിലെ കെട്ടിടം പുതുക്കിപ്പണിത് 6 കൗണ്ടറുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. വിലക്കുറവിൽ മരുന്ന് ലഭിക്കേണ്ടത് ഔദാര്യമല്ല, അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാപനത്തെ രോഗികൾ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. രോഗികളെ കാർന്നു തിന്നുന്ന മരുന്ന് ലോബികൾക്കിടെ ഇത്തരം സ്ഥാപനങ്ങളാണ് സാധാരണക്കാർക്കുള്ള ഏക ആശ്രയം. BSNU ന്യൂസ് 18 തിരുവനന്തപുരം.